സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരിതെളിയിച്ചു. സംവിധായകൻ ജയരാജ് മുഖ്യാതിഥിയായ ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വർണ്ണാഭമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേളയ്ക്ക് തിരിതെളിയിച്ചു. കലോത്സവത്തിന്റെ 56ാമത് ആഘോഷങ്ങൾക്കായി 56 തിരികളാണ് കൽവിളക്കിൽ തെളിഞ്ഞത്. മുഖ്യമന്ത്രി കലാപ്രതിഭകൾക്ക് ആശംസകൾ നേർന്നു. ഈ കലോത്സവം എല്ലാ തരത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന എല്ലാവർക്കും സന്തോഷകരമായി പങ്കെടുക്കാനും പങ്കാളിയാകാനും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് മേളയിലെ വിവാദങ്ങൾ കുറയ്ക്കാനായെന്ന് അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് പറഞ്ഞു. ഗ്രേസ് മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അനാരോഗ്യകരമായ പല പ്രവണതകളും നമ്മുടെ കലോത്സവങ്ങളിൽ കടന്നുകൂടുന്നു എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന ആക്ഷേപമാണ്. ആ ആക്ഷേപത്തിന് മുഴുവനായി പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിൻ്റെ 4/1 അപ്പീലുകൾ മാത്രമായി ഈ വർഷം അത് നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിച്ചു. സംവിധായകൻ ജയരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളും മന്ത്രിമാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. KT സ്വാലിഹ്, തിരുവനന്തപുരം. കേരളത്തിന്റെ കലാപെരുമ വിളിച്ചോടുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന വർണ്ണശബളമായ ഘോഷയാത്ര. തിരുവനന്തപുരം ജില്ലയിലെ 6000-ലധികം വിദ്യാർത്ഥികൾ ഘോഷയാത്രയുടെ ഭാഗമായി വിവിധതരം കലാരൂപങ്ങളായി അണിനിരന്നു. സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. അശ്വാരൂഢ സേന അകമ്പടി സേവിച്ചതിന് പിന്നാലെയായിരുന്നു വർണ്ണശബളമായ ഘോഷയാത്രയുടെ പ്രധാന ഭാഗം. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ നയിച്ച ഘോഷയാത്ര പോലീസ് മേധാവി TP സെൻകുമാറാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ തനിമ ഓർമ്മിപ്പിക്കുന്ന പല കലാരൂപങ്ങളും ഘോഷയാത്രയെ സമ്പന്നമാക്കി. മനുഷ്യൻ ഭൂമിയിൽ നടത്തിയ ചില പ്രവൃത്തിയുടെ ഫലമായി ഇന്നത്തെ ഈ ഭൂമിയും മനോഹരമായ ഈ ഭൂമിയെ എന്നും ഹരിതാപമായി സൂക്ഷിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായിരുന്നു ചില കലാരൂപങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 6000-ലധികം കുട്ടികളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. കോൽക്കളിയും മാർഗംകളിയും ദഫ്മുട്ടും നൃത്തവുമെല്ലാം കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളായി അനന്തപുരിയുടെ തെരുവോരങ്ങളിൽ കാത്തുനിന്നവർക്കിടയിലൂടെ നടന്നുപോയത് ഏറെ മനോഹരമായിരുന്നു. സ്റ്റേജിന് പുറത്ത് ഇന്നും ഗ്ലാമറിനം ഈ ഘോഷയാത്ര തന്നെയാണ്. ആ ഘോഷയാത്രയുടെ പേരും പെരുമയും നഷ്ടപ്പെടുത്താതെ തന്നെയാണ് അനന്തപുരിയുടെ തെരുവോരങ്ങളിൽ അവർ നടന്നു നീങ്ങിയതും. ക്യാമറമാൻ ബിച്ചു പൂവച്ചൽ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം ബിജേഷ് നടുവിൽ. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയായി. നാളെ കോഴിക്കോട് ജില്ലയിൽ ജാഥ പര്യടനം നടത്തും. സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിയ 10,000-ങ്ങൾ മലയോര ജില്ലയിലെ സ്വീകരണ പരിപാടി അവിസ്മരണീയമാക്കി. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിട്ടിയിലായിരുന്നു ആദ്യ സ്വീകരണം. ഇതോടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയായി നവകേരള മാർച്ച് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയിൽ പ്രവർത്തകർ ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത്. 100 കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥാനായകനെ മാനന്തവാടിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. കുടിയേറ്റ കർഷകരും ആദിവാസികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം സദസ്സിൽ. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ആദിവാസി ജനവിഭാഗം നേരിടുന്ന ചൂഷണവും അവഗണനയുമായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗത്തിലെ മുഖ്യ വിഷയം. ഭൂമി വാങ്ങി നൽകാൻ 50 കോടി രൂപ അനുവദിച്ചു. പിന്നെ ആ ഗവൺമെന്റ് തുടർച്ചയുണ്ടായില്ല, ഇതിനും തുടർച്ചയുണ്ടായില്ല. 50 കോടി രൂപ അനുവദിച്ച് ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ആ 50 കോടിക്ക് തുടർച്ചയില്ലാതിരിക്കണോ? ആ 50 കോടി ഉപയോഗിച്ച് ഭൂമി വാങ്ങാലോ. പക്ഷേ ഇവിടെ ആകെ ചെലവഴിച്ചത് 55 ലക്ഷം മാത്രം ആ 50 കോടി. അടുത്ത സ്വീകരണ കേന്ദ്രമായ സുൽത്താൻ ബത്തേരിയിലെത്തിയപ്പോൾ പ്രദേശം ജനനിബിഡം. സ്വീകരണം മലയോര ജില്ല അവിസ്മരണീയമാക്കി. രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പ്രസംഗ വിഷയം. ഒപ്പം RSS ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരായ മുന്നറിയിപ്പും. RSS അജണ്ട അനുസരിച്ചാണ്. അപ്പൊ RSS അജണ്ട അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനെ RSS അങ്ങോട്ട് ആകർഷിക്കുന്നു. എന്താ ഉദ്ദേശം?
വെള്ളാപ്പള്ളി നടേശനിലൂടെ SNDP അണിനിരന്നിട്ടുള്ള ആളുകളെ മുഴുവൻ RSSന്റെ ഭാഗമാക്കുക. അപ്പൊ RSS അതിന് നല്ല സന്തോഷം. എന്നാൽ RSS സന്തോഷിക്കുമ്പോൾ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും സന്തോഷിച്ചു. നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നാടിന്റെ ഭാവിക്ക് അപകടമുണ്ടാക്കുന്ന ഒരു നീക്കം ഇവിടെ നടക്കുമ്പോൾ അത് ശരിയായി തുറന്നു കാണിക്കാനുള്ള ബാധ്യതയില്ല. വൈകിട്ട് കൽപ്പറ്റയിലെ സ്വീകരണത്തോടെ വയനാട് ജില്ലയിലെ പര്യടനത്തിന് സമാപനമായി. ഇനി നവകേരള മാർച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും. കൽപ്പറ്റയിൽ നിന്നും ബാബുരാജ് മൊറാഴയ്ക്കൊപ്പം സാലി മുഹമ്മദ്. ഏപ്രിൽ 27-ന് മുൻപ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് G. ശിവരാജൻ. സാക്ഷികൾ വിസ്താരത്തിന് ഹാജരായില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ. സരിതയുടെ കത്ത് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അഭിഭാഷകൻ മുഖേന ബിജു രാധാകൃഷ്ണന് മുഖ്യമന്ത്രിയെ വിസ്തരിക്കാനും അനുമതി നൽകി. കമ്മീഷന്റെ തുടർന്നുള്ള പ്രവർത്തനം സംബന്ധിച്ച് അഭിപ്രായം അറിയിക്കാൻ കക്ഷികളോട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഏപ്രിൽ 27-നാണ് കമ്മീഷന്റെ കാലാവധി അവസാനിക്കുക എന്നിരിക്കെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കക്ഷികളിൽ പലരും ആവശ്യപ്പെട്ടത്. വിസ്താരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സരിതയുടെ കമ്മീഷൻ ഇനി ഒരു കാരുണ്യവും കാണിക്കേണ്ടതില്ലെന്നും കക്ഷികൾ ആവശ്യപ്പെട്ടു. സാക്ഷികൾക്ക് മേൽ ഉന്നത സമ്മർദ്ദമുണ്ടെന്നും അവർ ഗൂഢാലോചന നടത്തി വിസ്തരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്നും ചൂണ്ടിക്കാട്ടിയ ലോയേഴ്സ് യൂണിയൻ സാക്ഷികളിൽ നിന്നും നിർബന്ധപൂർവ്വം മൊഴിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടു. വിസ്താരത്തിന് ഹാജരാകാത്ത സാക്ഷികൾക്കെതിരെ സിവിൽ നടപടി പ്രകാരം വാറണ്ട് പുറപ്പെടുവിക്കാൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് കമ്മീഷൻ അഭിഭാഷകനും ചൂണ്ടിക്കാട്ടി. സരിതാ നായരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാണ് കേസിലെ മറ്റൊരു കക്ഷിയായ K. സുരേന്ദ്രന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക അഭിപ്രായമില്ലെന്നും കഴിയുന്നതും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് നല്ലതെന്നും സർക്കാർ അറിയിച്ചു. ഇക്കാര്യങ്ങളിലാണ് കമ്മീഷൻ വിധി പറയുക. മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനെ കമ്മീഷൻ വിസ്തരിച്ചു. സരിതയെ 2 തവണ സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തന്റെ അറിവിൽ സരിതയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലെന്നും ജിക്കുമോൻ മൊഴി നൽകി. ജിക്കുമോനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി സർക്കാർ അറിയിച്ചു. അതേസമയം ജോപ്പനെ ഈ മാസം 23-ന് വിസ്തരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൈറ്റാനിയം കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി വിധി. ജസ്റ്റിസ് കമാൽ പാഷയുടേതാണ് ഉത്തരവ്. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ ആരോപണ വിധേയരായ കേസാണിത്. 256 കോടിയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ അഴിമതിയെന്നാണ് കേസ്. അന്വേഷണത്തിനെതിരെയുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. തിരുവനന്തപുരം ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തുടരന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ ഉത്തരവാണ് ജസ്റ്റിസ് B. കമാൽ പാഷ നീക്കിയത്. കേസിലെ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പ്രതികളിൽ ഒരാളായ കമ്പനി ഉദ്യോഗസ്ഥൻ സന്തോഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഹർജിക്കാരനെതിരായ സ്റ്റേ ഉത്തരവ് കോടതി നിലനിർത്തിയാണ് ഇടക്കാല ഉത്തരവ്. നെക്കോൺ കമ്പനി വഴി ഫിൻലാൻഡിലെ കമ്പനിക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് കരാർ നൽകിയതിൽ 256 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്കെതിരെയായിരുന്നു അന്വേഷണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് കേസിൽ സ്റ്റേ സമ്പാദിച്ചിരുന്നു. കേസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു കാലത്തും നടക്കാത്ത കാര്യങ്ങളാണ് വിജിലൻസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കോടതിയുടെ പരാമർശം വിജിലൻസിനെതിരെയുള്ള കുറ്റപത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. അതേസമയം കോടതി പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. കാലത്തും നടക്കാത്ത കാര്യങ്ങളാണ് വിജിലൻസിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വിജിലൻസിന്റെ നടപടികൾ പരിഹാസ്യമാണെന്നും വിജിലൻസിനെതിരെയുള്ള കോടതി പരാമർശത്തിന്റെ ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റും തന്നെയാണ് ഇതിന് ഉത്തരവാദി. വളരെ കടുത്ത പരാമർശമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ അനുഭവത്തിലും കോടതി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പരിഹാസ്യമാവുകയാണ് കാര്യങ്ങൾ. കോടതി പരാമർശം വിജിലൻസിനെതിരെയുള്ള കുറ്റപത്രമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം ഈ സംസ്ഥാന വിജിലൻസ് വകുപ്പിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രമാണ്. ഹൈക്കോടതിയുടെ ഇന്നലത്തെ ആ നിരീക്ഷണം കണക്കിലെടുത്ത് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. അദ്ദേഹം നിയന്ത്രിക്കുന്ന ഒരു വകുപ്പിനെതിരായിട്ട് ഇത്ര രൂക്ഷമായൊരു വിമർശനം സമീപകാലത്തൊന്നും കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല. ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും വിജിലൻസ് പുനഃസംഘടിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസിനെ സർക്കാർ രാഷ്ട്രീയായുധമാക്കി മാറ്റുന്നുവെന്നാണ് VS അച്യുതാനന്ദന്റെ പ്രതികരണം. ഈ വിജിലൻസ് എന്ന് പറയുന്നത് മന്ത്രിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറുമൊരു ആയുധം മാത്രമാണ്. സത്യസന്ധമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി കർശനമായി നടപടിയെടുക്കുവാനുള്ള ഉൾക്കട്ടിയുള്ള
ഒരു വിജിലൻസ് അല്ല. അതേസമയം വിജിലൻസിനെതിരെയുള്ള കോടതി പരാമർശത്തെക്കുറിച്ച് താൻ എന്തു പറയാൻ എന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഹൈക്കോടതി പറഞ്ഞതിന് എനിക്ക് പറയാൻ സാധിക്കുമോ? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജൻ പ്രതിയല്ലെന്ന് കോടിയേരി. സിബിഐയുടെ നിലപാട് നോക്കി ജയരാജൻ മുന്നോട്ടു പോകുമെന്നും കോടിയേരി പറഞ്ഞു. സിബിഐയുമായി എല്ലാ കാലത്തും സഹകരിച്ചിട്ടുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമവശങ്ങൾ അഭിഭാഷകർ പരിശോധിക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി. അതേസമയം കതിരൂർ മനോജ് വധക്കേസിൽ പ്രതിയല്ലാത്തതിനാൽ പി ജയരാജൻ മുൻകൂർ ജാമ്യം എടുക്കേണ്ടെന്ന് കോടതി. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി നിരസിച്ചു. പി ജയരാജൻ കേസിൽ പ്രതിയല്ല എന്ന് CBI സെഷൻസ് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എല്ലാത്തൊരാൾ ഹാജരാകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇനി CBI എന്താണ് നിലപാടെടുക്കും നോക്കിയിട്ട് ആയിരിക്കും ജയരാജൻ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇപ്പം ജയരാജൻ പ്രതിയല്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോൾ കോടതിയിൽ CBI പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിയല്ല. അല്ല, ആ കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യം ഇന്ന് ജഡ്ജിമെൻറ്റിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യം മാത്രമേ ഉള്ളൂ. പുതുതായ ഒരു കാര്യവും ഇന്നത്തെ ജഡ്ജിമെൻറ്റിനകത്തില്ല. ഇതെല്ലാം അന്ന് കോടതിയിൽ പരാമർശിച്ച കാര്യം ജഡ്ജിമെൻറ്റിനകത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓരോ ദിവസവും ഇങ്ങനെ വാർത്ത കൊടുത്ത് ലൈവായി നിർത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഓരോ ദിവസവും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയേണ്ട കേസല്ല ഇപ്പം. അന്ന് മറുപടി പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. അതിനു വേണ്ടി പുതിയൊരു മറുപടിയുടെ ആവശ്യമില്ല. അതിന് അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ചക്കരക്കല്ലിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. മരിച്ചവരിൽ അമ്മയും മകനും ഉൾപ്പെടുന്നു. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഘപരിവാറും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെട്ട ഗൂഢാലോചനയാണ് രോഹിത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. പട്ടികജാതിക്കാരോട് RSSന് കടുത്ത വിരോധമെന്നും ഇതാണ് രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും CPIM PB അംഗം പിണറായി വിജയൻ പറഞ്ഞു. രോഹിത് വെമുലയെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്കെതിരെ നടപടി വേണമെന്നും ദളിത് വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഹൈദരാബാദ് സർവകലാശാലയിൽ നിരോധനാജ്ഞ വകവയ്ക്കാതെയാണ് വിദ്യാർത്ഥികൾ ഇന്നും വൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, ബന്ദാരു ദത്താത്രേയ, വൈസ് ചാൻസലർ അപ്പ റാവു എന്നിവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. വൈസ് ചാൻസലറെ പുറത്താക്കണം, രോഹിത്തിന്റെ കുടുംബത്തിന് 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം, ദളിത് വിദ്യാർത്ഥികൾക്കെതിരായ കേസും സസ്പെൻഷനും നിരുപാധികം പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കളും സമരത്തിന് പിന്തുണയുമായി ഹൈദരാബാദ് സർവകലാശാലയിലെത്തി. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ക്യാമ്പസ് സന്ദർശിച്ച കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്കിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. We want this entire issue to be thoroughly probed and action should be taken against the Vice Chancellor. And the probe is required because the allegations are that it was done at the behest of the Central Ministry for Human Resource Development. കുറ്റക്കാരായ കേന്ദ്രമന്ത്രിമാരെ പുറത്താക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹൈദരാബാദ് സർവകലാശാലയിലെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിനെതിരെയും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ തെലങ്കാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന സൂചന. പത്താൻകോട്ട് ആക്രമണത്തിൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെതിരെ പോലും പാകിസ്ഥാൻ നടപടി സ്വീകരിച്ചില്ല. ഇരു രാജ്യങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതേസമയം പാക് അന്വേഷണ സംഘം ഇന്ത്യയിലേക്ക് വരേണ്ടെന്ന് ദില്ലിയിലെ ഉന്നതതല യോഗത്തിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യ നൽകിയ തെളിവുകളിൽ പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനും മറ്റു ഭീകരർക്കുമെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചു. 31 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ കസ്റ്റഡിയിലെടുത്തെന്നും 3 ജെയ്ഷെ ഭീകരരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുമാണ് പാകിസ്ഥാൻ അറിയിച്ചിരുന്നത്. എന്നാൽ ജെയ്ഷെ ഭീകരരെ അറസ്റ്റ് ചെയ്തത് പത്താൻകോട്ട് ആക്രമണവും ഇന്ത്യ നൽകിയ തെളിവുകളിലുമല്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചു. കൊടുംകുറ്റവാളി മൗലാന മസൂദ് അസറിനെ കരുന്തൽ തടങ്കലിൽ വച്ചിരിക്കുകയാണെന്നാണ് പഞ്ചാബ് പ്രവിശ്യ നിയമമന്ത്രി റാണ സനവുള്ള പറഞ്ഞത്. അസറിനെതിരെ പാകിസ്ഥാൻ ചുമത്തിയ FIR കോപ്പികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു.
എന്നാൽ അസറിനും ഇന്ത്യ നടപടി ആവശ്യപ്പെട്ട 3 ജെയ്ഷെ ഭീകരർക്കുമെതിരെ പാകിസ്ഥാൻ അന്വേഷണമേ നടത്തിയിട്ടില്ലെന്നാണ് സൂചന. പാക് നടപടി ശരിയായ ദിശയിലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടിരുന്നത്. വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ച പുനരാരംഭിക്കാനുള്ള ഈ തീരുമാനത്തോട് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. അതേസമയം തെളിവ് ശേഖരണത്തിനായി പാക് അന്വേഷണ സംഘം ഇന്ത്യയിലേക്ക് വരേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നൽകിയ തെളിവുകളിൽ പാകിസ്ഥാനിൽ നിന്ന് അന്വേഷണം നടത്തിയാൽ മതിയെന്നും പ്രതിരോധ മന്ത്രി സന്നിഹിതനായിരുന്ന ഉന്നതതല യോഗത്തിൽ രാജ്നാഥ് സിംഗ് നിലപാട് വ്യക്തമാക്കി. നേരത്തെ പാക് അന്വേഷണ സംഘത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചലച്ചിത്ര താരം അസിന് പ്രണയ സാഫല്യം. മൈക്രോമാക്സ് സ്ഥാപകൻ രാഹുൽ ശർമ്മ അസിന് വർണ്ണമാല്യം ചാർത്തി. ക്രിസ്ത്യൻ മതാചാരപ്രകാരം അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ദില്ലിയിലായിരുന്നു ചടങ്ങുകൾ. ചലച്ചിത്ര ലോകം ഒന്നടങ്കം കാത്തിരുന്ന അസിൻ രാഹുൽ ശർമ്മ വിവാഹം വളരെ ലളിതമായിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻ മതാചാര പ്രകാരമായിരുന്നു വിവാഹം. ദില്ലി ദുസി ദേവരാന ഹോട്ടലിൽ നടന്ന ക്രിസ്ത്യൻ വിവാഹ ചടങ്ങിൽ 50ഓളം പേർ പങ്കെടുത്തു. വേരാവങ് ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് അസിൻ അണിഞ്ഞത്. ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് സബ്യസാജി ഡിസൈൻ ചെയ്ത ലഹങ്കയാണ് അസിനെ സുന്ദരിയാക്കിയത്. 10 തട്ടുള്ള വാനില കേക്കും ചൈനീസ് രീതിയിലുള്ള ഉച്ചഭക്ഷണവും ഇന്ത്യൻ രീതിയിലെ അത്താഴവും അതിഥികൾക്കായി ഒരുക്കിയിരുന്നു. വിവാഹം ലളിതമായിരുന്നുവെങ്കിലും 23-ാം തീയതി സുഹൃത്തുക്കൾക്കായി മുംബൈയിൽ റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ട്. ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു അസിനും രാഹുലും. പ്രണയകഥ ഗോസിപ്പായി പറഞ്ഞതോടെ രാഹുലുമായുള്ള വിവാഹ വാർത്ത അസിൻ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ലോകത്തിലെ തന്നെ പ്രായം കുറഞ്ഞ സമ്പന്നരായ ബിസിനസ്സുകാരിൽ ഒരാളാണ് രാഹുൽ ശർമ്മ. നടൻ അക്ഷയ് കുമാറിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ രാഹുലിനെ അസിന് പരിചയപ്പെടുത്തിയതും അക്ഷയ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ്. ശുദ്ധജല പദ്ധതിയും KSRTC ബസ് ടെർമിനൽ അടക്കമുള്ളവയാണ് നേട്ടങ്ങളാക്കി LDF ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം വികസനം വാക്കുകളിൽ മാത്രമെന്ന് UDF വിമർശിക്കുന്നതായി ബിജേഷ് നടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തവണ തിരുവല്ല മണ്ഡലത്തിൽ നടന്ന പ്രധാന വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടത് KSRTC ബസ് ടെർമിനലിന്റെ പൂർത്തീകരണമാണ്. 43 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്തെ തന്നെ മികച്ച ബസ് ടെർമിനലായി നിർമ്മിക്കാൻ സാധിച്ചു എന്നാണ് MLA പറയുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പണികൾ പൂർത്തീകരിക്കുവാനും അന്ന് സർവേ ആരംഭിച്ച നിരവധി പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുവാനും കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ കഴിഞ്ഞു. തിരുവല്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം KSRTC ബസ് ടെർമിനൽ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. തിരുവല്ല മണ്ഡലവും പരിസര പ്രദേശങ്ങളും വളരെയധികം കുടിവെള്ള പ്രശ്നം നേരിടുന്ന മേഖലയാണ്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധിവരെ മാത്യു ടി തോമസിന് സാധിച്ചിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പുതുതായി ശുദ്ധജല വിതരണ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും ഈ ഗവൺമെന്റ് കാലത്തുമായി നടപ്പാക്കിയിട്ടുണ്ട്. കുന്നന്താനം കവിയൂർ പഞ്ചായത്തുകൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി ഈ ഗവൺമെന്റ് കാലത്ത് പൂർത്തീകരിച്ചു. തിരുവല്ല ബൈപ്പാസ് നിർമ്മാണവും ആശുപത്രികളുടെ നവീകരണവും ബസ് സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും മാത്യു ടി തോമസ് തന്റെ ഊഴം വളരെ ഭംഗിയാക്കി എന്ന് പറയുമ്പോഴും ഒന്നും ചെയ്തില്ലെന്നാണ് UDFും BJPയും പറയുന്നത്. തിരുവല്ല എന്ന് പറയുന്നത് മല്ലപ്പള്ളി, കല്ലൂപ്പാറ, കുന്നന്താനം ഉൾപ്പെടെ പെരിങ്ങര, കടപ്പുറ, നിരണം, കുറ്റൂർ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ മാത്യു ടി തോമസിന്റെ നിയോജകമണ്ഡലത്തിലൂടെ യാത്ര ചെയ്ത് നോക്കി അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും. കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവല്ലയെ പ്രതിനിധീകരിക്കുന്ന മാത്യു ടി തോമസ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞായിരിക്കും LDF തിരഞ്ഞെടുപ്പിനെ നേരിടുക. അതോടൊപ്പം തന്നെ മാത്യു ടി തോമസിന് എതിർ സ്ഥാനാർത്ഥികൾ വരുന്നത് എത്ര ശക്തരായിരിക്കും എന്നതും ഇനി നോക്കി കാണേണ്ടിയിരിക്കുന്നു.